ബീൻസ് തോരൻ അതിൻ്റെ കളറ് മാറാതെ തന്നെ വളരെ പെട്ടെന്ന് പ്രഷർ കുക്കറിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് പ്രഷർ കുക്കറിൽ വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉഴുന്നുപരിപ്പ് ചേർത്ത് കുറച്ച് കരിവേപ്പിലയും കായപ്പൊടിയും കൂടെ ചേർക്കുക. ഉഴുന്നുപരിപ്പ് നിറം മാറി ഒന്ന് ചുമന്ന് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് സ്വാദിനാവശ്യമുള്ള ഉപ്പും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൈകൊണ്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. വേവിക്കാനായിട്ട് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല പ്രഷർ കുക്കറിലായതുകൊണ്ട്. അതുപോലെ ശകലം വെള്ളം കയ്യിൽ വെച്ച് ഇങ്ങനെ തെളിച്ച് കൊടുത്തേച്ചാൽ മതി. 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും മതി. അടപ്പ് വെച്ച് അടച്ച് ഒരു വിസിൽ വേവിച്ചെടുക്കുക. ഇത് 5 ലിറ്റർ പ്രഷർ കുക്കർ ആയതുകൊണ്ട് ഒരു വിസിലേ വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ 3 ലിറ്റർ ആണെങ്കിൽ 2 വിസിൽ വെച്ചിട്ട് ഇതുപോലെ പ്രഷർ ഉടനെ തന്നെ ഒരു തവി വെച്ച് വെയിറ്റ് പൊക്കി പ്രഷർ റിലീസ് ചെയ്തിട്ട് അടപ്പ് തുറന്ന് എടുക്കുക. നമ്മൾ പ്രഷർ താഴാനായിട്ട് വെക്കുകയാണെങ്കിൽ അതിൻ്റെ കളറൊന്ന് മാറിപ്പോവും. ആ പച്ച കളറ് നമുക്ക് കിട്ടത്തില്ല. അതിൽ ശകലം വെള്ളമയം കൂടുതലുണ്ടെങ്കിൽ ഒന്ന് വറ്റി വരുന്നവരെ വലിയ തീയിലൊന്ന് വേവിച്ചെടുക്കുക. വെള്ളം നന്നായിട്ട് വറ്റി തോരൻ്റെ പരുവത്തിലാവുമ്പോൾ അതിലേക്ക് തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ചേർത്തിരിക്കുന്നത്. ഇഷ്ടമുള്ളവർക്ക് 2 ചെറിയ ഉള്ളിയും കൂടെ തേങ്ങയുടെ കൂടെ വയ്ക്കാം. ചേർത്ത് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ആവി കയറ്റി എടുത്ത് കഴിയുമ്പോൾ തോരൻ റെഡിയാവും. ചൂടോടെ നമുക്ക് ചോറിൻ്റെ കൂടെ വിളമ്പാവുന്നതാണ്. ഇതുപോലെ പ്രഷർ കുക്കറിൽ തയ്യാറാക്കുകയാണെങ്കിൽ ബീൻസിൻ്റെ കളർ ഒട്ടും മാറാതെ തന്നെ കിട്ടും. ഈ രീതിയിൽ ബീൻസ് തോരൻ കുക്കറിൽ തയ്യാറാക്കി നോക്കുക.